വെൽക്കം ബാക്ക് ടു വീക്ക്ലി ഔട്ട്ലുക്ക്. ഇറ്റ്സ് മീ അൽത്താഫ് ഫ്രം കറൻസി പിപ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 3 പെയേഴ്സാണ്, യൂറോ, GBP, ഗോൾഡ്. അപ്പോൾ നമുക്ക് ചാർട്ടിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് യൂറോ USD ആണ്. യൂറോ USDൻ്റെ ചാർട്ടിലാണ്, വീക്ക്ലി ചാർട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. വീക്ക്ലി ചാർട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രീവിയസ് ക്യാൻഡിലിൽ ഹൈ സ്വീപ്പ് ആയിട്ടുണ്ട്. നമ്മൾ എക്സ്പെക്റ്റേഷൻ ഡൗണിലോട്ട് പോകാനാണ് ചാൻസ് കൂടുതൽ. പിന്നെ അതേപോലെ തന്നെ ഡെയിലി ടൈം ഫ്രെയിമിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു IDM ഉണ്ട്. ഈ IDM സ്വീപ്പ് ആയി കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു ബൈ നോക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുവരെ നമുക്ക് ഈ ഒരു IDM വരെ റിവേഴ്സൽ ട്രേഡ് നോക്കാവുന്നതാണ്. 4 ഹവറിൻ്റെ സെയിം തന്നെ വരുന്നത്. 4 ഹവറിൻ്റെ ഇവിടെ ഒരു IDM ഉണ്ട്. IDM സ്വീപ്പ് ചെയ്താൽ ഇവിടുന്ന് ഒരു ബൈ നോക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ 4 ഹവറിൻ്റെ ലോ സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു ബൈ നോക്കാം. പിന്നെ നോക്കുന്നത് GBP USD ആണ്. GBP USDൻ്റെ വീക്ക്ലി ചാർട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി വീക്ക്ലീൻ്റെ സപ്ലൈയിലാണ് നിൽക്കുന്നത്. പ്രീവിയസ് ക്യാൻഡിലിൽ ഹൈ സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. ഡൗണിലോട്ട് വരാൻ ചാൻസ് കൂടുതലാണ്. നമുക്ക് ഇവിടുന്ന് കൺഫർമേഷൻ, ഈ സപ്ലൈയിൽ നിന്ന് ഒരു കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടുന്ന് സെല്ല് നോക്കാവുന്നതാണ്. ഈ ഡിമാൻഡ് വരെ സെല്ല് നോക്കാവുന്നതാണ്. 4 ഹവറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഒരു 4 ഹവറിൽ ബൈ സ്ട്രക്ചറാണ്, റിവേഴ്സൽ ട്രേഡാണ്. ഇവിടുന്ന് നമ്മൾ ഈ ഒരു ട്രേഡ് എടുക്കുമ്പോൾ ശ്രദ്ധിച്ചെടുക്കണം, റിസ്കി ട്രേഡാണ്. ഇവിടുന്ന് ഒരു IDM സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് ഇതൊക്കെ കാണുന്ന ലിക്വിഡിറ്റീസ് ആണ്. ഈ ലിക്വിഡിറ്റീസ് നമുക്ക് സ്വീപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. ഇവിടുന്ന് ഈ ഒരു സ്വീപ്പ് ആയി കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു സെല്ല് നോക്കാവുന്നതാണ്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഗോൾഡാണ്. ഗോൾഡിൽ വീക്ക്ലി ടൈം ഫ്രെയിമാണ് നോക്കുന്നത്. വീക്ക്ലി ടൈം ഫ്രെയിമിൽ നമുക്കൊരു IDM ഉണ്ട്. ഈ IDM സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഡിമാൻഡ് സോണിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു ബൈ നോക്കാം. ഡെയിലി ടൈം ഫ്രെയിമിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഒരു ഡിമാൻഡ് സോൺ ഉണ്ട്. ഇവിടുന്ന് ഡിമാൻഡ് സോണിൽ ഇവിടുന്ന് ഒരു ബൈ നോക്കാവുന്നതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഈ ഒരു ലോ സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു ബൈ നോക്കാം. പിന്നെ ഒരു 4 ഹവർ ടൈം ഫ്രെയിമിലാണ്. 4 ഹവർ ടൈം ഫ്രെയിമിൽ ഓൾറെഡി നമുക്കൊരു IDM കിട്ടിയിട്ടുണ്ട്. അത് സ്വീപ്പ് ആയിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് ഒരു IDMൻ്റെ ഒരു ഡിമാൻഡ് സോൺ ഉണ്ട്. ഇവിടുന്ന് ബൈ നോക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ എക്സ്ട്രീം ഡിമാൻഡ് സോണിൽ ഇവിടുന്ന് ബൈ നോക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മളിന്ന് നോക്കിയുള്ളത് നെക്സ്റ്റ് വീക്കിലേക്കുള്ള എൻട്രി കിട്ടാൻ ചാൻസ് ഉള്ള ഡിമാൻഡ് സോൺ, സപ്ലൈ സോൺസ് ആണ്. ആ ഏരിയയിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളേതായ കൺഫർമേഷൻ നോക്കിയിട്ട് നിങ്ങൾ ട്രേഡ്സ് എടുത്ത് പോവുക. താങ്ക്സ് ഫോർ വാച്ചിങ്.